ഈ ചന്ദ്രസ്വാമി ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവും? കം ഫോർ ഡിന്നർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് എന്നെ വിളിച്ചു. പോയപ്പം കുറേ പെണ്ണുങ്ങള് ഡാൻസ് ഇതല്ല, തായ്ലൻഡില പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ, എല്ലാവരും അവൈലബിൾ. മോഹൻ സെലക്ട് ഹൂ എവർ യു വോണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല. ഓ യു ഡോണ്ട് ലൈക്ക് തൈ വിമൻ, ഐ വിൽ ഗെറ്റ് യു എ ഫ്രഞ്ച് ഗേൾ. ഉടനെ എന്നെ ഫോൺ വിളിച്ചു. എവിടെ? പാരീസിൽ. ഇൻ 6 hours ടൈം 2 പെണ്ണുങ്ങളെ കൊണ്ടുവരും. ഇത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അയാളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് ഇസ് അഗ്നാൻ കഷോഗി എന്ന് പറഞ്ഞുകൊണ്ട്. ഹീ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആംസ് ഡീലർ ഇൻ ദ വേൾഡ്. നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസിനകത്ത് തന്നെ നടന്ന ഒരു ചരട് വലിയിൽ രാജൻ പിള്ള സാറിന് പങ്കുണ്ടായി. ഞാനും ഡൽഹിയിലുണ്ടായിരുന്നു, ട്രൈങ് ടു പ്രൊമോട്ട് ശരത് പവാർ ടു ബിക്കം ദി പ്രൈം മിനിസ്റ്റർ. ഞാൻ ആ കരുണാകരനെ പോയി കണ്ടത്. കരുണാകരൻ പറഞ്ഞ ഐ വിൽ നെവർ സപ്പോർട്ട് ശരത് പവാർ ബിക്കോസ് ഹീ വിൽ സെൽ ദ ഹോൾ നേഷൻ. എൻ്റെ ശരിക്കുള്ള ആഗ്രഹം വാസ് ദാറ്റ് ഈ ഇയർ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ മെസ്സി വുഡ് ഹാവ് ബീൻ മൈ ബ്രാൻഡ് അംബാസിഡർ. അല്ല, ഇത് ഇതിനകത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട്. ആ ഫ്രഞ്ചിൽ നിന്ന് 2 പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മളിപ്പോൾ ബ്രിട്ടാനിയയുടെ കഥയും രാജൻ പിള്ളയുടെ കഥയും ഒക്കെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ മെൻഷൻ ചെയ്യാതെ പോയ 2-3 ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവരെ പറ്റി സംസാരിച്ചില്ല എന്ന് കുറേ പേര് ചോദിച്ചു. അതിലൊന്നാണ് ചന്ദ്രസ്വാമി. ചന്ദ്രസ്വാമിയെ നേരിട്ട് പരിചയപ്പെടുകയൊക്കെ ചെയ്തില്ലേ? ചന്ദ്രസ്വാമിയെ പറ്റി അറിയാവോ എന്ന് അറിഞ്ഞൂടാ. ഹീസ് ദ വൺ ഹു പ്രെഡിക്റ്റഡ് നമ്മളെ മാർഗരറ്റ് താച്ചർ വിൽ ബിക്കം ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇംഗ്ലണ്ട്. എന്നിട്ട് he also predicted എത്ര വർഷം she will rule. താച്ചറിന്റെ ആ ഒരു പ്രഡിക്ഷനാണ് പ്രഡിക്ഷനും എത്ര വർഷം റൂൾ ചെയ്യും എന്നുള്ള കാര്യം അത് പ്രെഡിക്റ്റ് ചെയ്ത ഒരാളാ. അന്നത്തെ ഏറ്റവും വലിയ ആക്ട്രസസ്, ക്ലിയോപാട്രയായിട്ട് ആക്ട് ചെയ്ത ആക്ട്രസസ് ആണെങ്കിലും വാസ് ഹിസ് ഡിവോട്ടീസ്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇദ്ദേഹത്തിന്റെ കാലിലേ ഇരിക്കത്തുള്ളൂ, കസേരയിലേക്കില്ല. അതായത് നരസിംഹറാവു. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല. അപ്പം ഈ നട്വർ സിംഗ് ആയിരുന്നു അന്നത്തെ ഹൈ കമ്മീഷണർ ഓഫ് അംബാസിഡർ ടു UK. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് ആദ്യമേ വിളിച്ച് പറയുന്ന ഐ വോണ്ട് ടു മീറ്റ് മാർഗരറ്റ് താച്ചർ. ചന്ദ്രസ്വാമി വിളിച്ചു പറയുന്നത്. അപ്പൊ ചന്ദ്രസ്വാമിക്ക് അപ്പോഴത്തേക്ക് ഒരു സ്ഥലം കൊടുത്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അയാളുടെ ഇത് വെക്കാനായിട്ട്, ആശ്രമം വെക്കാനായിട്ട്. ഹി സ്റ്റാർട്ടഡ് ബിക്കമിങ് പവർഫുൾ. അപ്പൊ അതിന്റെ മുമ്പേ ഒരു ലൈഫുണ്ട്. എല്ലാ സ്വാമിമാർക്കും ഒരു മുമ്പേ ലൈഫുണ്ട്. പൊട്ടിപ്പാളിഷായി ആളുകളെ പറ്റിച്ച് ഒളിച്ചോടിപ്പോയി കുറെ കാലം അവരെ കാണത്തേയില്ല. പൂർവാശ്രമം. ആ 4 വർഷമോ 5 വർഷമോ അവർക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാ സഡൻ ആയിട്ട് അവര് ഒരു അത്ഭുതമെല്ലാമായിട്ട് വരുന്നത്. പക്ഷെ ഈ അത്ഭുതം എല്ലാം പറയുമ്പോഴും ഹൗ ഡു യു പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ? അപ്പൊ ദിസ് ഇസ് എ പേഴ്സൺ പഠിച്ചിട്ടില്ല, ഈ ഗ്രന്ഥങ്ങളൊന്നും വായിച്ചിട്ടില്ല, ഒന്നും ചെയ്യാത്ത ഒരാള്. അദ്ദേഹം എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് വന്നിട്ട് പറയും, ഒരു പേപ്പറും പേന എടുത്തിട്ട് പറയും, യു റൈറ്റ് whatever questions you want in whichever language. അത് എഴുതുമ്പം കഴിയുമ്പം തന്നെ he will start replying exact ആയിട്ട് to the points. അപ്പം മാർഗരറ്റ് താച്ചർ വാസ് ദി ഓപ്പോസിഷൻ ലീഡർ കണ്ടപ്പം. അപ്പം she asked the question, എത്ര കാലം ഞാൻ പ്രൈം മിനിസ്റ്റർ ആവും? അപ്പം ഈ ഇന്റർവ്യൂ കിട്ടാനായിട്ട് വലിയ പാടാ. അപ്പം നട്വർ സിംഗ് ഔട്ട് ഓഫ് ഫോഴ്സിങ്, അന്ന് SB ചവാൻ എന്ന് പറഞ്ഞൊരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു മഹാരാഷ്ട്ര. അപ്പോൾ ഹി വാസ് ട്രാവലിംഗ് വയ ലണ്ടൻ. അപ്പം ഈ നട്വർ സിംഗ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചവാൻ പറയുന്നു ഹീസ് എ ഗ്രേറ്റ് ലീഡർ എന്ന് പറയുന്നതുകൊണ്ട് മാത്രമാണ് നട്വർ സിംഗ് മാർഗരറ്റ് താച്ചറിനെ വിളിച്ചു ചോദിക്കുന്നത്. മാർഗരറ്റ് താച്ചർ റിലക്റ്റൻ്റ്ലി സെഡ് ഐ വിൽ ഗിവ് യു 10 minutes. അങ്ങനെ ഈ അംബാസഡർ ചോദിച്ചുകൊണ്ട് മാത്രമാണ് കൊടുത്തത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് 10 minute ഒന്നും സംസാരമില്ല. ബിക്കോസ് ഇയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, അവര് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ഇല്ലാതെ ഒടുക്കം പറഞ്ഞു ഇങ്ങനെ ഒന്ന് എഴുതി തരാൻ. എന്നോട് ഒരു ഒരു പേന എടുത്തു കൊടുത്തു. അപ്പം അത് എഴുതിയപ്പോൾ തന്നെ അപ്പം ക്വസ്റ്റ്യൻ വാസ്, ഞാൻ ഇപ്പം പ്രൈം മിനിസ്റ്റർ ആവുന്നു. ഈ സെഡ് പ്രൈം മിനിസ്റ്റർ ആവും
11 വർഷം ആകും. ഇതെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഷീ വാസ് വെരി ഹാപ്പി. അപ്പം പറഞ്ഞു ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അവന് സോറി സൺസെറ്റ് ആയി കഴിഞ്ഞു, ഇനിയും ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം ഷീ വാസ് വെരി ഡിസപ്പോയിൻറ്റഡ്. അപ്പം പറഞ്ഞു നാളെ നട്വർ സിംഗിൻ്റെ വീട്ടിൽ യു കം അറ്റ് 11 o'clock ഇൻ എ റെഡ് ഡ്രസ്. എന്നിട്ടൊരു അഴുക്ക് പിടിച്ചൊരു ചെയിൻ എടുത്ത് കൊടുത്തു. അത് കൈ കെട്ടിക്കൊണ്ട് വേണം വരാൻ. ഇതെല്ലാം ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മദാമ who is the most powerful lady, politician who is wanting to become the prime minister of England എടുത്തെല്ലാം പറയുന്നത് നട്വർ സിംഗ് ഇങ്ങനെ വേർക്കുക, എപ്പോഴാ അവർ ചീത്ത വിളിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാത്ത കാര്യം. എന്നിട്ട് ചുമന്ന ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് വരണം, ഇത് കെട്ടിക്കൊണ്ട് വരണം എന്നെല്ലാം പറയാനുള്ള ഒരു അഹങ്കാരം ഒരാൾ പറയുന്നത്. ഷീ ഡിഡ് എക്സാക്ട്ലി റൈറ്റ്. ചുമന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് കറക്റ്റ് 11 മണിക്ക് ഈ ചന്ദ്രസ്വാമിയെ കാണാൻ പോയി. ഇതുപോലത്തെ ഒരാളാ ദറ്റ് യു ആർ ടോക്കിംഗ് അബൌട്ട് ചന്ദ്രസ്വാമി. അയാളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് ഇസ് അഗ്നാൻ കഷോഗി എന്ന് പറഞ്ഞുണ്ട്. ഹീ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആംസ് ഡീലർ ഇൻ ദ വേൾഡ്. അവരെല്ലാം ഡിവോട്ടീസ് ആവണമെങ്കിൽ യു ക്യാൻ ഇമാജിൻ, നമ്മളെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നതും മറ്റേതും ദി ലെവൽസ് ആർ ആബ്സല്യൂട്ട്ലി ഡിഫറെൻറ്റ്. ഈ ചന്ദ്രസ്വാമിയ എന്നെ രാജനെല്ലാം മരിച്ചപ്പം ഞാനാണെങ്കിൽ പേപ്പറിൽ ഫോട്ടോ കണ്ടു ഹിം ബീങ് ടേക്കൺ ടു ദി ജയിൽ. അപ്പോഴത്തേക്ക് അയാൾക്ക് അസുഖമെല്ലാം വന്ന് 2 പേര് പിടിച്ചോണ്ട് പ്രതാപകാലം കഴിഞ്ഞു. എന്നിട്ട് then there was a case against him. രൂപ കൊടുക്കുന്ന എൻ്റെ ഒരു കാര്യത്തിൽ they ordered him to go to jail. അപ്പം ഫോട്ടോ ഉണ്ട്, അന്ന് ഈ TV അത്ര ഇതല്ലാതെ ഫോട്ടോ കണ്ടായിരുന്നു പേപ്പറിൽ. ആ ഫോട്ടോ വന്ന് കഴിഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേ ഹീസ് കോളിങ് മീ. ഞാൻ തായ്ലൻഡിൽ ഉണ്ടെന്ന് പറയുന്ന സമയത്ത്, ഈ റിമാൻഡിന്റെ ഉള്ള സമയത്ത് ഹീസ് കോളിങ് മീ ടു സേ ദാറ്റ് ലുക്ക്, ഞാനൊരു ഫ്ലൈറ്റില്ല സ്വിറ്റ്സർലാൻഡിലോട്ട്. ഐ വിൽ സെൻഡ് യു മൈ പ്രൈവറ്റ് ജെറ്റ് ടു തായ്ലൻഡ് ടു കം ടു സ്വിറ്റ്സർലാൻഡ് മീറ്റ് മീ. ഞാനും കഷോഗിയും ഉണ്ട്, ഇത് കം ആൻഡ് മീറ്റ് മീ. അപ്പം ഞാനാണെങ്കിൽ വിചാരിക്കും എൻ്റെ മനസ്സിൽ ഹീസ് ഇൻ ജയിൽ, ഇദ്ദേഹം വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു, ഹി വിൽ സെൻഡ് എയർക്രാഫ്റ്റ് ടു മീ എന്ന് സംസാരിക്കും. അപ്പം എനിക്ക് ദ ഓൺലി പേഴ്സൺ വാസ് MK നാരായണൻ. അന്ന് IB ചീഫായിരുന്നു, വിളിച്ചു ചോദിക്കാനായിട്ട് എന്തോ ചെയ്യണം എന്ന് ചോദിക്കാനായിട്ട്. ഐ വിൽ സോൾവ് ഓൾ യുവർ പ്രോബ്ലംസ്, അതാ അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാനാണെങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു, ലുക്ക് ഹിയർ മോഹൻ, ഐ സജസ്റ്റ് യു ഡോണ്ട് ഗോ. എൻ്റെ പ്രൈം മിനിസ്റ്റർ only sitters his feet. പക്ഷേ you have 2 choices. ഒന്ന് ആ സോള് സെല് ചെയ്യാം, you will get all the material benefits, or you can live your life with the soul. I decided not to go. അതായിരുന്നു. പിന്നെ കോൾ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ 2 ശരീരം അല്ല, പിന്നെ കുറേ പേര് എന്നെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ടു ഗോ ആൻഡ് വിസിറ്റ് ആൻഡ് ഗോ ആൻഡ് മീറ്റ് ഹിം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ഇൻ ലോ അവിടെ പോയായിരുന്നു മീറ്റ് ചെയ്ത് സംസാരിക്കാനോ എന്തോ അല്ല പൂജയെല്ലാം ചെയ്യാനായിട്ടെല്ലാം. ഇതിപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മളിത് ഈ ചില പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് താല്പര്യമുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ പല ആൾക്കാരുമായി പല പ്രമുഖരുമായിട്ടൊക്കെ നമുക്ക് അവസരം കിട്ടുകയും ചെറിയ സമയങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യങ്ങളിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം, അതായത് നരസിംഹറാവുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസിനകത്ത് തന്നെ നടന്ന ഒരു ചരട് വലിയിൽ രാജൻ പിള്ള സാറിന് പങ്കുണ്ടായി എന്നത് ചന്ദ്രസ്വാമിക്കൊക്കെ ഇഷ്ടമല്ലാതെ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എംപയർ പൊളിക്കാൻ ചന്ദ്രസ്വാമിയൊക്കെ നടത്തിയൊരു ശ്രമം എന്നൊരു വാർത്തയുണ്ടായി. ശരിയല്ല? പ്രൈം മിനിസ്റ്റർ ആയിട്ടല്ല, പ്രൈം മിനിസ്റ്റർ ആവാൻ പോയപ്പം ദി കോൺടെസ്റ്റ് വാസ് ബിറ്റ്വീൻ 3 people. അരുൺ നെഹ്റു എന്ന് പറഞ്ഞ ഒരാള്, ശരത് പവാർ ആൻഡ് നരസിംഹറാവു വാസ് ദി കൺസെൻസസ് കാൻഡിഡേറ്റ്. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരായിരുന്നു കമ്പീറ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും വാസ് നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ് ഈച്ച് അതർ ആസ് ദ പ്രൈം മിനിസ്റ്റർ. അതുകൊണ്ട് ഒരു 6 മാസം ഇതേ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ, ടെമ്പററി അറേഞ്ച്മെന്റ് ആയിരുന്നു നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ. അപ്പം ആ സമയത്ത് ഈവൻ ഞാനും ഡൽഹിയിലുണ്ടായിരുന്നു, ട്രൈങ് ടു
പ്രൊമോട്ട് ശരത് പവാർ ടു ബിക്കം ദി പ്രൈം മിനിസ്റ്റർ. ഞാൻ ആ കരുണാകരനെ പോയി കണ്ടത്. കരുണാകരൻ പറഞ്ഞ ഐ വിൽ നെവർ സപ്പോർട്ട് ശരത് പവാർ ബിക്കോസ് ഹീ വിൽ സെൽ ദ ഹോൾ നേഷൻ. അങ്ങനത്തെ ഒരാളെ ഐ ക്യാൻ നോട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹീ ഈസ് ദ വൺ ഹു സപ്പോർട്ടഡ് നരസിംഹറാവു ടു ബിക്കം. അതൊരു ദേഷ്യം ആയിരുന്നു കാണാം ഓൾവേസ് ഫോർ നരസിംഹറാവു. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പം ടു ബി യൂസിങ് എഗൻസ്റ്റ് രാജനൻ. ഇതായിരുന്നു നമ്മളുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ന് വെച്ചോണ്ട്. ബിക്കോസ് ഇത്രയൊരു അനീതി ഓപ്പണായിട്ട് ഇത്രയൊരു പവർഫുൾ പേഴ്സൺ ഹു ഹാസ് ആക്ച്വലി കോൺട്രിബ്യൂട്ടഡ് ടു ദി കോൺഗ്രസ് പാർട്ടി അവരിയ്ക്കുമ്പോൾ ഇത് നടക്കണമെങ്കിൽ ദേ മസ്റ്റ് ബി എ കോൺസ്പിറസി എന്നായിരുന്നു നമ്മളുടെ തിയറി ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അതാ അവര് സ്കട്ടിൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്തത്. അപ്പോൾ അതിന് ഒരു പക്ഷേ അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും അതിലേക്ക് നെസ്ലെ വാഡിയൊക്കെ ഫണ്ട് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവാം അല്ലേ? ഡെഫിനറ്റ് ആയിട്ട്. അത് അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഇവർക്ക് ഈ പുറവസ്ഥ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആർക്കും നമുക്കറിയാൻ പറ്റത്തില്ല. ഞാൻ ആകപ്പാടെ കണ്ടിട്ടുള്ളത് സുരേഷ് കൽമാഡിയ എന്ന് പറഞ്ഞ ഒരാൾ രാജൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ട്, പൂനെയിൽ ഹി വാസ് എ കോൺഗ്രസ് ലീഡർ. അന്ന് ശരത് പവാറിൻ്റെ കൂടെ വഴക്കൂടിയിരിക്കുന്ന ഒരു സമയം ഹി കെയിം ആൻഡ് സെഡ് ദാറ്റ് ഐ വോണ്ട് ടു ബി എ മിനിസ്റ്റർ. അപ്പോൾ രാജനൻ പറഞ്ഞു ഞാൻ ചന്ദ്രസ്വാമി എടുത്ത് കൊണ്ടുപോകാമെന്ന്. ദേ വെന്റ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹി ബിക്കെയിം ദ റെയിൽവേസ് മിനിസ്റ്റർ. ആൻഡ് ഹി ഫസ്റ്റ് വിസിറ്റിൽ തന്നെ വന്ന് പറഞ്ഞു സിൻസ് യു ഹാവ് ഓൾറെഡി കം ടു മീ, അപ്പം നമ്മൾ പോസ്ട്രേറ്റ് ചെയ്യണം കാലിലോട്ട്, യു വിൽ ബി ദ മിനിസ്റ്റർ നെക്സ്റ്റ് വീക്ക്. ഈ അങ്ങനെയാണെങ്കിൽ ഈ ചന്ദ്രസ്വാമി ഇന്നും ജീവിച്ചിരിപ്പുണ്ടാവും? ഇല്ല, മരിച്ചു എന്ന്. അല്ല, ജയിലിൽ കിടന്ന അദ്ദേഹത്തിന്റെ അതേ സമയത്ത് Definite ആയിട്ട്. അത് നമുക്കറിയാൻ പറ്റും. അങ്ങ് വിളിച്ച ഒരു എക്സ്പീരിയൻസ് അങ്ങേക്ക് എന്തായാലും അങ്ങ് കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങേക്ക് ഒരു ബെനിഫിറ്റ് ഞാനത് ബുക്കിലും എഴുതിയിട്ടുണ്ട്. ഇത് എഴുതിയത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരെ പറ്റി, ചില സിദ്ധന്മാരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പല സ്ഥലത്ത് സമാധി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരാളായി നമുക്ക് കാണാൻ പറ്റേണ്ടി. എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കോണ്ടാക്റ്റും ഒന്നുമില്ലാതെ. പക്ഷെ ഒരു അത്ഭുത മനുഷ്യനായിരുന്നു ഡെഫിനറ്റ്ലി. അത് എവിടുന്ന് എവിടം വരെ എത്തിയെന്നും ആ പവർ എക്സ്റ്റെൻഡ് ചെയ്തത് നമുക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത ഈ പ്രൈം മിനിസ്റ്റേഴ്സും പ്രസിഡൻസും എല്ലാം വന്ന് കാണുന്നത്, ഫോൺ വിളിക്കുന്നതെല്ലാം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു സമയത്ത്. പക്ഷേ അദ്ദേഹം തന്നെ ഒരു പ്രാവശ്യം ഞാൻ കണ്ടപ്പം പറയുന്നത്, ഞങ്ങളുടെ ഈ സിദ്ധിയിലെ ഒരു ടൈം വരെ നിൽക്കത്തുള്ളൂ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ വിപരീതം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കിയ ഒടുക്കം വന്ന് ഈ കിടന്നപ്പം സ്പൈനൽ കോഡായിരുന്നു പൊടിഞ്ഞു പോയത് അദ്ദേഹത്തിൻ്റെ. ഈ നമ്മളുടെ ഈ ഹിന്ദു റിലിജൻ ഒരു കാര്യമുണ്ട്, നമ്മൾ ഏത് കാര്യം നമ്മൾ ഇങ്ങനെ എടുത്താലും അതിന് നമ്മൾ തന്നെ അതിൻ്റെ റീപേ ചെയ്യണം. അതിൻ്റെ ഒരു എഫക്റ്റ്, ഒരു കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഗോവിന്ദൻകുട്ടിയെ അടിക്കാം, പക്ഷേ ബി പ്രിഫർ ടു ഗെറ്റ് എ അടി ബാക്ക് ഫ്രം സം അതർ പ്ലേസ് ഈക്വലൻ്റ് ആയിട്ട്. കൂടുതൽ സ്ട്രെങ്തും അല്ല കുറവും അല്ല, പക്ഷെ ഈക്വലൻ്റ് ആയിട്ട് യു ബി റെഡി. എനിക്ക് എന്തോ വേണമെങ്കിലും ഐ ക്യാൻ ഡു ഇറ്റ് ടു യു. പക്ഷേ നമ്മളുടെ ആ കർമ്മ ഫിലോസഫിയിൽ ബി വില്ലിങ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. ഇഫ് യു ആർ വില്ലിങ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്, ദർ ഇസ് നോ പ്രോബ്ലം. യു ക്യാൻ കീപ് ഡൂയിങ് ഇറ്റ്. അത് ഒരു പ്രോബ്ലം അല്ലേ. ഇപ്പം ആളുകളെല്ലാം കൊന്ന് ജീവിക്കുന്നു, യു ഗെറ്റ് കിൽഡ്, യു ആർ ഹാപ്പി ബിക്കോസ് യു നോ ദറ്റ് ഇസ് ദി റിവേഴ്സ് കോസ് എന്ന് പറഞ്ഞിട്ട്. ദറ്റ് ഈസ് യുവർ ചോയ്സ്. നമുക്കത് വലിയ ആ കോൺസെപ്റ്റിൽ ഇറ്റ് സീംസ് കറക്റ്റ് ദറ്റ് ഹി ഹാസ് ഡൈഡ്. പക്ഷേ എനിക്കല്ലാതെ ഇത് ആരും അതിനെ അങ്ങനെ സംസാരിച്ചത് കേട്ടിട്ടോ ഒന്നുമില്ല. പക്ഷേ ഇദ്ദേഹം വളരെ ശക്തിയായിരുന്നു. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻ്റ് ഉണ്ടായിരുന്നു നമ്മളുടെ ബാങ്കോക്കിൽ. അദ്ദേഹം ക്ലോസ് ആയിട്ട് ഞങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്തത്. ബിക്കോസ് ബാങ്ക് ഓഫ് കോമേഴ്സിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, അവരായിരുന്നു ഫൈനാൻസ് ചെയ്യുന്നത്. അങ്ങേരത്തെ ഫസ്റ്റ് ആയിട്ട് ഒരു $4 million വേണം എന്നുള്ളൊരു ഇത് കൊണ്ടുവന്നത്. അപ്പം അങ്ങേര് എങ്ങനെയാന്ന് വെച്ചാൽ രാകേഷ് സക്സേന എന്നാ പേര്. അങ്ങേര് ഫസ്റ്റ് ബിസിനസ് തുടങ്ങിയ ക്വസ്റ്റ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നാണ്. എന്നിട്ട് അദ്ദേഹം നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഓഫ് കോമേഴ്സിൽ ഇതായിട്ടാണ്.
അന്ന് ആർക്കും ഈ ബില്യൺസ് ആലോചിക്കാൻ പറ്റാതെ ഇരുന്നപ്പം $4 billion ഖഷോഗി കൊടുത്തിട്ടുണ്ട്. ദെൻ ഹീ സ്റ്റാർട്ടഡ് ഈ വെറുതെ ഇങ്ങനെ ഈ റെഡ് വൈൻ കുടിച്ചുകൊണ്ടിരിക്കും, ആര് വന്നാലും ഒരു ലോഡ് പോലെ ഇത് ചെയ്യും. 3 പ്രൈവറ്റ് എയർക്രാഫ്റ്റ് വാസ് റെഡി ഫോർ ഹിം അറ്റ് ഓൾ പോയിന്റ്സ് ഓഫ് ടൈം. അന്ന് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം പറഞ്ഞു മോഹൻ, ഇന്നത്തെ കൂട്ടല്ല പ്രൈവറ്റ് എയർ ജെറ്റ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം ആർക്കും ഇല്ലാതെ. ഉം. എന്നിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു കം ഫോർ ഡിന്നർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്ന് എന്നെ വിളിച്ചു. പോയപ്പം കുറെ പെണ്ണുങ്ങള് ഡാൻസ്, ഇതല്ല തായ്ലൻഡില വലിയ അപ്പാർട്ട്മെന്റ്, അപ്പം ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ, എല്ലാവരും അവൈലബിൾ. അപ്പം മോഹൻ സെലക്ട് ഹൂ എവർ യു വോണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല. ഓ യു ഡോണ്ട് ലൈക്ക് തൈ വിമൻ, ഐ വിൽ ഗെറ്റ് യു എ ഫ്രഞ്ച് ഗേൾ എന്ന് പറഞ്ഞിട്ട് ഉടനെ എന്നെ ഫോൺ വിളിച്ചു. എവിടെ? പാരീസിൽ. എന്നിട്ട് അവിടുന്ന് ഇൻ 6 hours ടൈം somebody is supposed to have landed, 2 പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ. ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാ ദാറ്റ് യു ക്യാൻ ഓൺലി ഡ്രീം ഓർ തിങ്ക് അബൌട്ട് ഇൻ സിനിമകളോ അതോ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഇദ്ദേഹം തന്നെ ഹാഡ് ടു റൺ, രാകേഷ് സക്സേന ഹാഡ് ടു റൺ അവേ ഫ്രം തായ്ലൻഡ് ടു കാനഡ. അവിടെ ചെന്ന് 2-3 കമ്പനീസ് എല്ലാം ടേക്ക് ഓവർ ചെയ്ത്, അഹങ്കാരം എന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരമായിട്ട് ഒടുക്കം അയാളുടെ ഈ ബോഡി ഗാർഡിനെ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞിട്ട് ബോഡി ഗാർഡ് ഒരു കേസ് കൊണ്ടു കൊടുത്ത് ഹി വെന്റ് ഇൻടു ജയിൽ. ചെറിയ കാര്യം മതി, ചെറിയ കാര്യം, ഈ വീഴാനായിട്ട് ചെറിയ കാര്യം മതി. അതാ അപ് ടു ദാറ്റേ എനിക്ക് അറിയാവുള്ളൂ. ഈ രാകേഷ് സക്സേന എന്ന് വെച്ചാൽ ബാങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡോ ഒന്നും ഇല്ലാതെ ഹി വാസ് സാങ്ഷനിങ് മണി. അത് എൻ്റെ ബിലീഫിൽ അങ്ങനത്തെ ഒരു സാങ്ഷനിങ് മണിയായിരുന്നു അന്നത്തെ ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു കാര്യം തായ്ലൻഡിലാണ് ഫസ്റ്റ് വന്നത്. അത് ആളുകൾ പറയുന്നത് ബിക്കോസ് അവർ $US പെഗ് ചെയ്തിട്ട് ഒരു ജോർജ് സോറോസ് ചെയ്തതാന്നല്ല പറയുന്നത്. വെദർ ഇവർക്കും ജോർജ് സോറോസുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബാങ്ക് ഓഫ് കോമേഴ്സിന്റെ പൈസ എല്ലാവർക്കും അങ്ങ് കൊടുത്തുകൊണ്ടങ്ങ് ഇരിക്കുമായിരുന്നു, വിച്ച് വാസ് എ വെരി ലാർജ് ബാങ്ക് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അങ്ങനത്തെ ഹി ഹാഡ് ലെഫ്റ്റനൻസ് ത്രൂ ഔട്ട് ദ വേൾഡ്. അത് ചന്ദ്രസ്വാമിയെ വിളിച്ചു പറഞ്ഞാലേ ഇവരെല്ലാം ചെയ്യത്തുള്ളൂ. അപ്പം അവരുടെ പവറും ഒരു എംപയറും എല്ലാം നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത, വിശ്വസിക്കാൻ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത അതൊരു ഇന്ത്യൻ ആയിരുന്നു ഹൂ ക്യാൻ ആക്ച്വലി ഡു, ഒരു സ്വാമി ആയിട്ട്. ആൻഡ് സ്വാമി കീപ്സ് ഓൺ സെയിങ് ഐ വിൽ നെവർ ഇന്റർഫിയർ ഇൻ പൊളിറ്റിക്സ്. ഞാൻ എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് കാണാനെല്ലാം വരും, ഐ ഒൺലി അഡ്വൈസ് ദം ഗുഡ് തിങ്സ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹൂ യൂസ് ടു കൺട്രോൾ നമ്മളെ ക്യാബിനറ്റോ നമ്മൾ ഇത്. ആൻഡ് നരസിംഹ റാവു ഈസ് എ വെരി ഗുഡ് പ്രൈം മിനിസ്റ്റർ. ഹി ഈസ് ദ വൺ ഹു ആക്ച്വലി റിക്കവേർഡ് ദി എക്കോണമി ഓഫ് ഇന്ത്യ. ഇറ്റ് ഇസ് നോട്ട് ആസ് ദ നമ്മൾ പുറത്തു കൊണ്ട് പണയം വെച്ച സ്വർണ്ണമൊക്കെ എല്ലാം തിരിച്ചെടുത്തു. ആൻഡ് ഫുൾ സിസ്റ്റം ഹി അപ്പോയിന്റഡ് മൻമോഹൻ സിംഗ് ആസ് ദി ഫൈനാൻസ് മിനിസ്റ്റർ, who is a very good finance minister. ഈ നമ്മളുടെ ഇന്ത്യൻ എക്കോണമി തിരിച്ച് കറക്റ്റാക്കി കൊണ്ടുവന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇസ് നരസിംഹ. The fact that Narasimha Rao could have been controlled by another Chandraswamy is an unimaginable thing. അത്രയും പവർഫുൾ ആയ മനുഷ്യൻ, 7 ഭാഷ സംസാരിക്കുന്ന മനുഷ്യനാണ് ചന്ദ്രസ്വാമി എന്ന് പറയുമ്പോൾ. ചന്ദ്രശേഖർ ആയിരുന്നു തോന്നുന്നു ഇത് പണയപ്പെടുത്തിയത് അല്ലേ? ഇത്രയും പക്ഷെ അദ്ദേഹം 16 കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു ഭയങ്കരമായിട്ട്. അന്നത്തേക്ക് സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് നമുക്കൊരു സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ലാതെ അങ്ങ് പോയി, എല്ലാ കൊല്യൂഷനും എല്ലാം വന്നിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മൈനോറിറ്റി ഗവൺമെന്റ് ആയിട്ട് വരെ നരസിംഹറാവു did this whole thing extremely well. ഒരു സിനിമയല്ല ജികെ, അതെ, നല്ല ഒരു അൺഇമാജിനബിൾ. ഇത് ഈ അവരുടെ പാർട്ടീസോ അവരുടെ ഇതിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇമാജിനേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലത്തെല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ ഡിക്സലെക്സിയ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് നാളെ രാവിലെ എണീക്കണം, നാളെ രാവിലെ കാര്യങ്ങൾ ചെയ്യണം,
അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോകും എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. ദാറ്റ് ക്യാൻ ആക്ച്വലി ടേക്ക് യു ടു ദി നെക്സ്റ്റ് ലെവൽ. അല്ലെങ്കിൽ അല്ല, ഇത് ഇതിനകത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട്. ആ ഫ്രഞ്ചിന്ന് 2 പെണ്ണുങ്ങൾ വന്നിട്ട് അതാ, അത് ഞാനാണെങ്കിൽ എന്റെ ബുക്കിലും പറഞ്ഞിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ്. ആ ഒരു ആകാംക്ഷ ആളുകളുടെ അടുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ലത്. എന്റെ ശരിക്കുള്ള ആഗ്രഹം വാസ് ദാറ്റ് ഈ ഇയർ എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ മെസ്സി വുഡ് ഹാവ് ബീൻ മൈ ബ്രാൻഡ് അംബാസിഡർ ആൻഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ എൻ ഐഡിയൽ തിങ്. ഇത് ഞാനാണെങ്കിൽ ആദ്യമേ ഞങ്ങൾ ഓഫീസിൽ പറഞ്ഞ 3 years back. ഐ നെവർ എക്സ്പെക്റ്റഡ് ഹിം, 5 years back. ഐ നെവർ എക്സ്പെക്റ്റഡ് ഹിം ടു ഗോ ഓൺ ടു വിൻ ദി വേൾഡ് കപ്പ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ മെസ്സി ആൻഡ് സെറീന വില്യംസ്, ഒരു ടെന്നീസ് സ്റ്റാർ ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടെ, കണ്ടിട്ടുണ്ട്, സെറീന വില്യംസ്. ഇവരെ രണ്ടുപേരും ആയിരുന്നു എൻ്റെ ഐഡിയൽ ബ്രാൻഡ് അംബാസിഡേഴ്സ് വേൾഡ് ആയിട്ട് FMCG വന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്തായാലും this will be the first place. Definite ആയിട്ട് നമുക്കൊരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ ബീറ്റനെ പറ്റിയും ഒലീനെ പറ്റിയും ഒക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് പറയണ്ടേ. ചെയർമാൻ ഓഫ് ബീറ്റ ആരാണെന്ന് ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീയൊക്കെ എന്നെ ഉള്ളതാണ്, അയാള് ചെയർമാൻ ഓഫ് ബീറ്റയാണ്, അത് സംസാരിക്കണ്ടേ, ഒലി എന്താണ് സംസാരിക്കണ്ടേ, പിന്നെ ഹിംനട്സിനെ പറ്റി സംസാരിക്കണ്ടേ. അല്ല, അതിനേക്കാൾ ജനാർദ്ദനൻ പിള്ളയുടെ മകൻ, രാജമണിയമ്മയുടെ മകൻ. എന്താ കഥയൊന്നും പറഞ്ഞു തീർന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അത് ഈ അടുത്ത ഇന്റർവ്യൂ സബ്ജക്റ്റ് ഉണ്ട്. അത് അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു ഹിസ്റ്ററി കിടക്കുമ്പോ നമ്മൾ എന്തോ ചെയ്താലും ഇറ്റ് ലുക്സ് ഇറിലവന്റ് ബിക്കോസ് അന്നത്തെ ലീഡേഴ്സാ. ഇപ്പം നമ്മളിപ്പോൾ യു ക്യാൻ സേ ദറ്റ് യു ആർ 30,000 crores 40,000 crores എന്നെല്ലാം പറയാം. യു ആർ എ ഡ്വാർഫ് ഈവൻ ഇൻ കേരള. എല്ലാ പ്രാവശ്യവും ഞാൻ ചന്ദ്രസ്വാമിയെ പറ്റി പറഞ്ഞപ്പോഴും ഈ ആംബിഷൻസിനെ പറ്റി പറഞ്ഞപ്പോഴും എനിക്ക് വളരെ ചീത്ത സമയമായിട്ടുണ്ട്. അതൊരു വലിയൊരു പ്രോബ്ലമാണ് എനിക്ക്. ഞാനാണെങ്കിൽ എൻ്റെ ബുക്ക് എഴുതിയപ്പം ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ടൈം. ഇതെന്തോ ഒരു വെദർ ഹീ സ്റ്റിൽ അലൈവ് ആൻഡ് വില്ലിംഗ് ടു കിൽ യു, ഐ ഹാവ് നോ ഐഡിയ. ഓർ നേച്ചർ അങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ടും കൂടെയാണ് ഞാൻ സാധാരണ ഇതിനെപ്പറ്റി ഈ ഫ്യൂച്ചർ ഐഡിയാസ് അധികം പറയാത്തത്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് എനിക്കറിയാം നമ്മൾ റിലവൻ്റ് ആവുന്നത് വെൻ യു ബിക്കം നാഷണൽ ലീഡേഴ്സ് ഓർ വേൾഡ് ലീഡേഴ്സ്. അതിൽ ഒരു ക്വസ്റ്റ്യനും ഇല്ല. അതിൻ്റെ ആ ഗ്യാപ്പ് വലുതായിക്കൊണ്ടിരിക്കുക. ഇന്ന് ഒരാൾക്ക് സാലറി ഈസ് ബിക്കമിങ് $1 trillion. ഇലോൺ മസ്കിന് അങ്ങയുടെ സാലറി മാത്രം, അയാളുടെ വെൽത്ത് ഇസ് ക്രോസിങ് $multi-trillion. നമ്മൾ ഇപ്പോഴും ഈ ബില്യൺസിലോട്ടിരിക്കുക. ആൻഡ് നമ്മളുടെ കുട്ടികൾക്ക് 10 കോടി രൂപ കിട്ടിയ അവർക്ക് വിചാരിക്കുന്ന എല്ലാം അച്ചീവ് ചെയ്തെന്ന്. അപ്പം ഇൻ ദാറ്റ് സ്പേസ് നമ്മൾ ഡിവോർഫ്സ് ആണെന്ന് മനസ്സിലാവാനായിട്ട് അറിഞ്ഞുകൂടെങ്കിൽ. ആൻഡ് സെക്കൻഡ് പ്രോബ്ലം ഇസ് ഇൻ്റർനെറ്റ് വന്നപ്പം, വേൾഡ് വൈഡ് വന്നപ്പം, യു വിൽ ഹാവ് വേൾഡ് ലീഡേഴ്സ് 3 പേർക്ക് മാത്രമേ ഉള്ളൂ ചാൻസ് ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പം നമ്മളാണെങ്കിൽ മേജറായിട്ട് ഏത് കാര്യം നോക്കിയാലും ഈ ഫസ്റ്റ് 3 ആളുകൾക്കും ഈ വേൾഡ് ഫുള്ളും കൺട്രോൾ ചെയ്യാം. ബിക്കോസ് ദർ ഇസ് എൻ ഇൻ്റർനെറ്റ് ദറ്റ് ക്യാൻ ആക്ച്വലി കവർ. പിന്നെ ഗവൺമെൻറ്റ്സ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നതല്ലാതെ ലീഡേഴ്സ്, ഇപ്പം മൊബൈൽ ഫോൺസ് ആണെങ്കിലോ ആപ്പിളും സാംസങ് കൺട്രോൾസ് ദി ഹോൾ വേൾഡ്. നമ്മൾ ഈ ഹയറ്റ്, ഈ മാരിയറ്റ് എല്ലാം കൺട്രോൾസ് ദി ഹോട്ടൽ ഇൻഡസ്ട്രി. ഇപ്പം ആമസോൺ കൺട്രോൾസ് ഈ സെല്ലിംഗ് ഇൻഡസ്ട്രി വേൾഡ് വൈഡ്. ഈ കാസ്, ടയോട്ട, ഇപ്പം BYD, ഇവരെല്ലാവരും ആ കൺട്രോളിങ്. അതിനൊരു പോസിബിളി 5 ഇതുണ്ട്. പക്ഷെ ഒരു വേൾഡ് വൈഡ് മാർക്കറ്റാണ് എല്ലാത്തിലും. മെർസിഡീസ് ബെൻസ് ആണെങ്കിലും വേൾഡ് വൈഡാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊച്ചായിട്ടൊരു കാറ് കേരളയിൽ ഉണ്ടാക്കിയാലോ ഇന്ത്യയിൽ ഉണ്ടാക്കിയാലോ ഇറ്റ് ഈസ് ഇറിലവൻറ്റ് അൺലെസ് ദേ ഓൾസോ ബിക്കം ഇന്റർനാഷണൽ. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എത്തിയിരിക്കുക. അപ്പം നമ്മൾ ആ ഒരു സ്പേസിലോട്ടാണ് നമുക്ക് എത്തേണ്ടത്. ദാറ്റ് ഹാസ് ടു ബി ബീറ്റാസ് റോൾ ഡെഫിനറ്റ് ആയിട്ട്. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ മേളം കറി മസാല.